അങ്ങനെ ആ പുള്ളി വന്നു. അവിടെ കളക്ടറേറ്റിൽ സംസാരിച്ചു. പക്ഷേ അവിടെ പെർമിഷൻ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാ, അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പുള്ളിയുടെ കൂടെ പോവുകയാണ്. എനിക്കൊരു നല്ല ഡൗട്ടുണ്ട്. കാരണം പുള്ളി ഒന്ന് ചിരിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കളക്ടറേറ്റിൽ എന്താണ് ജോബെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കളക്ടറുടെ PA ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് സംശയമുണ്ടെങ്കിലും വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. കാരണം വേറെ ആരും കളക്ടറേറ്റിലേക്ക് 6 മണിക്ക് ശേഷം കയറി പോകുന്നില്ല. പുള്ളിക്കാരൻ അവിടുന്നാണ് വന്നത്. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പുള്ളിയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ സംശയം തെറ്റിയില്ല. പുള്ളി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. പുള്ളി എന്നെയും കൊണ്ടുപോയി ആ റൂമെന്ന് പറയുന്നത് നമ്മുടെ അമ്പലങ്ങളുടെയൊക്കെ വാതിലുകൾ പോലെ ഭയങ്കര കട്ടിയുള്ള 3 വാതിലുകൾ കയറി വേണം ഉള്ളിൽ ചെല്ലാനായിട്ട്. ഉള്ളിൽ ചെന്നപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കുറേ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്, പകുതി പണി തീർത്തത്. ഒരു പൂജാമുറിയുടെയൊക്കെ ഒരു അന്തരീക്ഷം, വേറെ ആരുമില്ല. ഒരു വിജനമായ വഴിയുടെ ഇടയിലൂടെയാണ് പുള്ളിയുടെ വീട്ടിലേക്ക് കയറുന്നത്. പുള്ളി ഉള്ളിൽ ചെന്ന ഉടനെ തന്നെ ഈ 3 കവാടങ്ങളും അടച്ചു. അതിനുശേഷം പുള്ളിയുടെ റൂമിൽ തന്നെ കിടക്കാൻ പറഞ്ഞു. സംഭവം സെക്ഷുവലി അബ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എന്നെ കൊല്ലുമോയെന്നും എനിക്ക് പേടിയുണ്ട്. ആകെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. ഇതിനകത്തിൽ ഒറ്റയ്ക്ക് വന്ന് അകപ്പെട്ട് പോവുകയും ചെയ്തു. കാരണം ഈ മുറിയിൽ നിന്ന് നിലവിളിച്ചാൽ പോലും പുറത്തൊക്കെ കേൾക്കൂല. അത്രയ്ക്ക് പഴയ കാലത്തെ ഒരു വീടാണ്. ഞാൻ നാട്ടിലുള്ള ഒരു ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ നിന്ന് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു പിടിയില്ല. ആകെ ടെൻഷനാണ്. കാരണം സെക്ഷുവലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പുള്ളിയുടെ മൈൻഡ് എന്താണ്, സൈക്കോയാണോ എന്താണ് ഒരു പിടിയില്ല. കാരണം ഞാൻ പുള്ളിയുടെ റൂമിൽ ലോക്ക്ഡാണ്. എന്നെ കൊല്ലുമോ എന്ന് പോലും എനിക്ക് നല്ല പേടിയുണ്ട്. ആ കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് കണ്ടതുകൊണ്ട്, അതും ആ പോലീസുകാരോട് സംസാരിക്കുന്നതും കണ്ടതുകൊണ്ട് മാത്രമാണ് പുള്ളിയുടെ വണ്ടിയിൽ കയറിയത്. ഈ രാത്രി നേരം വെളുപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്താണെന്നൊന്നും എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ എൻ്റെ നാട്ടിൽ വെൺമണിയിലുള്ള ജയേഷേട്ടന് അയാൾ കാണാതെ മെസ്സേജ് അയച്ചു. തുടർന്ന് ജയേഷേട്ടൻ്റെ ഇടപെടൽ മൂലം രാത്രി ഏകദേശം ഒരു 11 മണി ആയെങ്കിലും തമിഴ്നാട് പുതുക്കോട്ടയിൽ തന്നെയുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരെ ജയേഷേട്ടൻ വിവരമറിയിക്കുകയും തുടർന്ന് രാത്രി തന്നെ അവർ സംഭവസ്ഥലത്തെത്തി എന്നെ രക്ഷിച്ചുകൊണ്ട് അവരുടെ വസതിയിലെത്തിക്കുകയും ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രചാരകനായ രാമർജി തൻ്റെ സ്വന്തം വസതിയിൽ എനിക്കന്ന് അഭയം നൽകി. ഒരു വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തിനു പുറമെ അദ്ദേഹം തൻ്റെ സ്വന്തം ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളും കാഴ്ചകളുമൊക്കെ എന്നോടൊപ്പം വന്ന് കാണിച്ചു തന്നു. അദ്ദേഹത്തിലൂടെ ആ ഗ്രാമത്തെ പറ്റി കൂടുതൽ അറിയുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ എന്നതുപോലെ ആ ഗ്രാമം മുഴുവനും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നമ്മളിപ്പോൾ കാണുന്നത് അവിടുത്തെ വലിയ ഒരു പുരാതനമായ ക്ഷേത്രമാണ്. വലിയ ചരിത്ര പ്രാധാന്യവും അതുപോലെ തന്നെ വലിയ ആത്മീയ പ്രാധാന്യവുമുള്ള ഒരു പഴയ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ നിരവധി തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം പലതരത്തിലുള്ള ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തായി പല വർണ്ണത്തിലുള്ള ചിത്രങ്ങളും അന്നത്തെ കൾച്ചറുകളും കാര്യങ്ങളും ഒക്കെ കൊത്തിവെച്ച ഒരു അതിശയിപ്പിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നതിന് ശേഷം എന്നെ പുതുക്കോട്ട അരമനയിൽ എത്തിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. വളരെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഭംഗിയുള്ള 2 മയിലുകൾ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു ഫാം ഹൗസിൻ്റെ അടുത്തേക്ക് ഞങ്ങളെത്തി. അത് അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസ് തന്നെയാണ്. കൃഷി കാര്യങ്ങളൊക്കെയുള്ള ഫാം ഹൗസാണ്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ഇവിടെ എത്താറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാലത്ത് ഒരു നായ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാ ദിവസവും റൊട്ടീനായിട്ട് അദ്ദേഹം ഇവിടെ എത്തുകയും നായയ്ക്ക് ഫുഡ് കൊടുക്കുകയും അതുപോലെ തന്നെ ആ കുളത്തിൽ മീനുകളുണ്ട്, അതിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ ദിവസവും വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇല എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്. ഇതെല്ലാം അവിടെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ്. പുള്ളിയുടെ സ്ഥലമാണ് ഈ കാണുന്നത് മൊത്തം. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരികയാണ്.
അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ കൈ കാണിക്കുകയും സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. കാരണം എല്ലാ ദിവസവും അദ്ദേഹം ഈ സമയത്ത് അതുവഴി പോകുന്നത് കൊണ്ട് ഇത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ജീവിതശൈലി കൂടി ഞാൻ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബക്ഷേത്രം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന് വളരെ കുടുംബപരമായി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. ഇത് എന്താ? തെച്ചിയമ്മൻ, ആ കാത്തായമ്മൻ, കൽപ്പായമ്മൻ. ആ இது வந்து தென்னங்காத்த முனியம்மன், ആ முத்தாள் ராவுத்தர், മുത്താൾ റാവുത്തർ. இவர் பட்டவன், ആ பட்டவன். முன்னோடியான் இவர் கற்பர் தான், முன்னோடியான் கற்பர் அவரோட வாகனம். ஒரு முன்னோடியான் கற்பர், மதுரவீரன், மதுரவீரன். മധുരവീരൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതൊക്കെ അവിടുത്തെ പഴയ കാലത്ത് രാജവാഴ്ച കാലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണിത്. ഈ ഏരിയകൾ മുഴുവൻ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇവിടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണിത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു കെട്ടിമറച്ച ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം. അവിടെ ആരെയും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെയുള്ള എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്തോ കാണാനുള്ള സ്ഥലമുണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മണ്ണിനടിയിൽ നിന്നും പഴയ കാലത്തെ പല സാധനങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാണ്ഡ്യ ചോള വംശങ്ങൾ ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അന്നത്തെ എന്തൊക്കെയോ സ്വർണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ലൈവിലി. கண்டுபிடிப்பு. இதில் வந்து பொற்பனை கோட்டை, முனீஸ்வரர் வந்து தங்க பனைமரம், அதாவது கோல்டு பனைமரம், அது வந்து இங்கே இருந்துச்சு. அது கண்டுபிடிக்கிறாங்க. அதில் ஒரு ஆச்சு റിസർച്ച് നടന്നു. ரிசர்ச் உள்ள வந்து நோண்டிருக்காங்க. உள்ள நோண்டி கோல்டு கிடைச்சதா? கிடைச்சது. அப்போ பண்டைய கால நாகரிகம், ஒன்ஸ் அப்பானி டைம், அந்த இதோட இது ஃபுல்லாக உள்ள புதஞ்சிருக்கு. அது நோண்டி எடுத்துக்கிட்டு இருக்காங்க. இது ஃபுல்லாக கோட்டை. கொஞ்சம் கிடைச்சிருக்குல்ல? கிடைச்சிருக்கு. கல், அவங்க பயன்படுத்தின தாலி, மண்பண்ணம் அதெல்லாம் கிடைச்சிருக்கு. இல்லை இங்கே வச்சுருக்காங்க. இல்லை எடுத்துகிட்டு போயிட்டாங்க. அவங்க ஆஃபீஸ்க்கு எடுத்து போயிட்டாங்க. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ ഈ കാണുന്ന കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പണ്ട് രാജവാഴ്ച കാലഘട്ടത്തിൽ അവിടുത്തെ രാജ്ഞിമാരും സ്ത്രീകളും കുളിച്ചുകൊണ്ടിരുന്ന താമരക്കുളമാണത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ രണ്ട് സൈഡിലും കാടും ഒക്കെ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. വളരെ നല്ല ഒരു ഫീലാണ് ഇതുവഴി പോകുമ്പോൾ. നമുക്കൊരു കാട്ടിലൂടെയൊക്കെ പോകുന്ന ഒരു പീസ്ഫുൾ സിറ്റുവേഷനാണ്. ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്രദേശമാണിത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. Hey
മറ്റൊരു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. നമ്മളിപ്പോൾ വന്ന ആ കാട്ടുവഴികളിലൂടെ വരുമ്പോഴുള്ളൊരു ക്ഷേത്രമാണ്. വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ അത് ആ ഗ്രാമത്തിൻ്റെതായ ചില വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ കുട്ടികളുണ്ടാവുക, കല്യാണം നടക്കുക എന്നുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വളകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഗ്രാമത്തിലുള്ള ആളുകളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സ്വന്തം ഈശ്വരനായിട്ടാണ് അവിടെയുള്ള ആളുകൾ ഇത് വിശ്വസിച്ചു വരുന്നത്. ആ ക്ഷേത്രത്തിൽ വസിക്കുന്ന വാനരപ്പടയെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ് നമുക്കുണ്ടാവുന്നത്. സത്യത്തിൽ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാൻ തന്നെ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ വരണം എന്നുള്ളത് എൻ്റെ വിധിയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇങ്ങനൊരു സ്ഥലത്തെപ്പറ്റി യാതൊരു അറിവും എനിക്കില്ലായിരുന്നു. ഒരിക്കലും എനിക്കിവിടെ എത്തിപ്പെടാനും പറ്റത്തില്ലായിരുന്നു. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവുകയും അദ്ദേഹം എന്നെ രക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലങ്ങളും ഈ ഗ്രാമങ്ങളും ഇവിടുത്തെ രീതികളും ഇവിടുത്തെ ആളുകളുടെ വ്യത്യസ്തമായ രീതിയിലുള്ള വിശ്വാസങ്ങളും വ്യത്യസ്തമായി ഉള്ള ആരാധനാ രീതികളും ദൈവങ്ങളെയും ഒക്കെ കാണാനും അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ സാധിച്ചത്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ വന്നായിരുന്നു. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമാണിത്, വരുന്ന വഴിയിലുള്ളതാണ്. അപ്പോൾ അവിടെ ആള് കൂടി നിൽക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയതാണ്. ഇവിടെ തലേന്ന് രാത്രിയിൽ എന്തോ മോഷണം നടന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആ ഭിത്തി തുളച്ചിട്ടാണ് അകത്ത് കയറിയത്. പക്ഷേ വിചിത്രമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു പഴയ ആംപ്ലിഫയറും 2 മൈക്കുമാണ് അവിടുന്ന് മോഷണം പോയിരിക്കുന്നത്. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ആളുകളുമായി ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് സിറ്റി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതുക്കോട്ടയിലേക്കാണ് പോവേണ്ടത്. പുതുക്കോട്ട അരമനയാണ് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ അദ്ദേഹം എന്നെ അവിടെ വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പുതുക്കോട്ട ബസ് സ്റ്റാൻഡാണ്. നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതുക്കോട്ട അരമന എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഞാനിവിടെ വന്നതാണ്. അതിനുശേഷം അപ്രതീക്ഷിതമായ പല സംഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി. പ്രോബ്ലംസും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നേരത്തെ അറിയാമെങ്കിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇത് പണ്ട് രാജാക്കന്മാരുടെ അരമനയായിരുന്നു. ഇന്ന് ഈ സ്ഥലം കളക്ടറേറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് അകത്ത് മുഴുവൻ കയറി കാണാനും ഫോട്ടോ എടുക്കുവാനും അനുമതി ലഭിച്ചു. എങ്കിലും ചില ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. പിന്നീട് ഞാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് തലേന്ന് എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നത്തെപ്പറ്റി സംസാരിച്ചു. സത്യത്തിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ കളക്ടറുടെ PA ഒന്നുമല്ല, അവിടുത്തെ ഒരു ലോ ലെവൽ ജീവനക്കാരൻ മാത്രമാണ്. തലേന്ന് എന്നോട് സംസാരിച്ച വനിതാ പോലീസ് എന്നെ നിർബന്ധിച്ചു ഇത് പരാതിയാക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് യാത്ര മുന്നോട്ട് പോകേണ്ടതിനാൽ ഒരാണായിട്ട് കൂടി എനിക്ക് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ മറ്റൊരാൾക്കും ഇനി ഇത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി കളക്ടർ മേഡത്തെ ഇത് അറിയിക്കുവാനുള്ള സംവിധാനം ചെയ്തതിന് ശേഷം ഞാൻ യാത്ര തിരിച്ചു. അങ്ങനെ ഞാൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വളരെയധികം ക്ഷീണമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ റോഡ് സൈഡിൽ നമുക്ക് കാണാമല്ലോ, ഹിന്ദിക്കാരൊക്കെ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ അവർ താമസിക്കുന്നതും അവിടെ തന്നെയാണ്. അങ്ങനെ അവർ വിളിച്ച് എനിക്ക് ചായയും കാര്യങ്ങളും ഒക്കെ തന്നു. ഇനി കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കണം, എന്നിട്ടാകാം യാത്ര എന്നാണ് തീരുമാനം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. തുടർന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേരും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ.